സിഹറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നമ്മൾ 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോകൾ കണ്ടിട്ടുമുണ്ട്. അതിൽ നാം പ്രധാനമായും പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് സിഹറ് ബാധിച്ചാൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, ചില അടയാളങ്ങളുണ്ട്. അതായിരുന്നു അതിലൊരു വീഡിയോ. രണ്ടാമത്തേത്, ആ സിഹറ് നമുക്ക് സ്വന്തമായിട്ട് അതെല്ലാം ബാത്തിലാക്കാം എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത്, ഇത്തരം സിഹറ് ചെയ്യുന്ന ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയി ആഭിചാരക്രിയ, കൂടോത്രം, അതേപോലെ തന്നെ ഇത്തരം മാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരുന്നു ആ 3 വീഡിയോകളിൽ പറഞ്ഞത്. അതിൽ നിന്ന് ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണകൾ നീങ്ങാനും വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നവരെ എങ്ങനെയാണ് ആ ചൂഷണം ചെയ്യുന്ന രൂപങ്ങൾ എന്നൊക്കെ കൃത്യമായി നമ്മൾ അതിൽ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ ഓരോരുത്തർക്കും മനസ്സിലായി എന്നുള്ളത് കമന്റിൽ അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ കൃത്യമായ രൂപത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോ, അതിന് താഴെ ഒരുപാട് ആളുകളെ കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും കേട്ടാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുത്തതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ അറിവ് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾ ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമേ പറയട്ടെ, സിഹ്ർ എന്നുള്ള പ്രവർത്തനം, മാരണ പ്രവർത്തനം, കൂടോത്രം, ആഭിചാരക്രിയ, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു മുഅ്മിനും ഒരു മുസ്ലിമും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് ആരോടുള്ള വിരോധം കൊണ്ടാണെങ്കിലും ഏതു വിഷയത്തിന്റെ പേരിലാണെങ്കിലും ഒരാളെയും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളെയും തകർക്കാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 7 വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ വലിയ പാപമാണ് സിഹർ, മാരണ പ്രവർത്തനം, ആഭിചാരക്രിയ, കൂടോത്രം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുമായി ഒരു മുസൽമാൻ, ഒരാളും അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടാൻ പാടില്ല. ആരോടുള്ള എതിരുകൊണ്ടാണെങ്കിലും വെറുപ്പ് കൊണ്ടാണെങ്കിലും വിദ്വേഷം കൊണ്ടാണെങ്കിലും അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, അവർ പൂർണ്ണമായും അതിൽ നിന്നും മാറി നിന്നിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അവന് വിചാരണയുണ്ട്. ഒരു കാരണവശാലും അവന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള ഈ വാക്ക് അവർക്ക് താക്കീതാവട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നേരിട്ട് വരാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അവർക്ക് നാം കൊടുത്ത ഡേറ്റ് 23-ാം തീയതി, ജനുവരി 23-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇതുവരെ നിങ്ങൾ ഫോണ് കോൾ ചെയ്തപ്പോൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവൂല, മെസ്സേജിന് റീപ്ലൈ കൂടുതൽ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവൂല, പല ആളുകൾക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അയച്ചവർക്കൊക്കെ റീപ്ലൈ കിട്ടാൻ ഇനി ബാക്കിയുള്ളവരുണ്ടാകും. നിങ്ങൾ വരുന്നത് 23-ാം തീയതി ചൊവ്വാഴ്ചയാണല്ലോ. 22-ാം തീയതി നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഫോൺ വിളിക്കേണ്ടതും അതേപോലെ തന്നെ കോൾ അഡ്രസ്സ് അറിയേണ്ടതും എങ്ങനെയാണ് വരേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടായാലല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അന്ന് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാനും അതിന്റെ ലൊക്കേഷൻ അയച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾക്ക് മറുപടി തരാൻ ഒരാളുണ്ടാകും. അവർ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് അവർ കോൾ അറ്റൻഡ് ചെയ്ത് തരും. അവർ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരും. നിങ്ങൾ വിളിക്കേണ്ട സമയം രാവിലെയുള്ള നമ്മുടെ മജ്‌ലിസ് കഴിഞ്ഞ് ഒരു ഏകദേശം 10 മണി കഴിഞ്ഞ് ഒരു 6 മണിക്കിടയിൽ വിളിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ തിങ്കളും ചൊവ്വയൊക്കെ നിങ്ങൾക്ക് വഴിയൊക്കെ ചോദിച്ച് വിളിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരും ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാണോ അല്ലാഹു അവരെ പരീക്ഷിച്ചത്, അല്ലാഹുവേ നീ അവർക്കൊക്കെ അതിൽ നിന്ന് വലിയ സലാമത്ത് നൽകണം അല്ലാഹ്. അപ്പോ സിഹറുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ സിഹർ ഒരു കാരണവശാലും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് നാം പറഞ്ഞു. അപ്പൊ അത്തരം പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായും മാറി നിൽക്കണമെന്ന് വളരെ ശക്തമായ രൂപത്തിൽ താക്കീത് ചെയ്തു. സിഹർ ശത്രുവിനെ ഒന്നിനും കഴിയാത്ത വിധത്തില് തളർത്താനും തറ പറ്റിക്കാനും വേണ്ടിയിട്ടാണ് ഈ നീച പ്രവൃത്തി ഓരോരുത്തരും ചെയ്യുന്നത്. ഇത് വേണ്ടതുപോലെ ഫലിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഒരാൾ നമുക്ക് സിഹർ ചെയ്തിട്ട് അത് വേണ്ടതുപോലെ ഫലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു തളർവാദം പിടിപെട്ടതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് തളർന്നു പിടിച്ച് കിടപ്പിലാകുന്ന ഒരു രൂപത്തിലേക്ക് വരെ നമ്മൾ എത്തും. അതൊക്കെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, സിഹർ ചെയ്തിട്ട് അത് അതിന്റെ ആ മൂർധന്യ ദശയിൽ എത്തുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും.
നമ്മളുടെ അടുത്ത് ഒരുപാട് കേസുകൾ എത്തുമ്പോൾ നമ്മൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അതിന് ഒരു ശമനം കിട്ടുന്നില്ല. എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ശമനം കിട്ടുന്നില്ല. എവിടെ ഏത് വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിനൊരു മാറ്റം ലഭിക്കുന്നില്ല. അത്തരം മാറ്റം ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും രോഗങ്ങൾ വന്നു, ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വന്നു. അങ്ങനെ ആ രോഗങ്ങൾ വന്നിട്ട് നമ്മളതിന് വേണ്ട ചെക്കിങ്ങുകളും എല്ലാ സംഗതികളും ചെയ്തിട്ട് ഒരു നിലക്കും എന്താണ് ഈ രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും മെഡിസിൻസോ ടാബ്ലറ്റോ ഒക്കെ എഴുതി തന്നിട്ട് അത് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ശമനം കിട്ടണ്ടേ? അങ്ങനെ ശമനം കിട്ടാതെ ദീർഘകാലമായിട്ട് എന്തിനെങ്കിലും ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിഹ്റ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണം, നിർബന്ധമായും. നമ്മുടെ അടുക്കൽ ഒരുപാട് കേസുകൾ അങ്ങനെ എത്തിയിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് സിഹ്റ് ബാധിച്ചതാണ്. അത് ഇബ്ത്വാല് ചെയ്ത് കഴിഞ്ഞാൽ, ആ സിഹ്റ് ബാത്തിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആ പ്രയാസം നീങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ അത് സിഹ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എത്ര കാണിച്ചിട്ടും വർഷങ്ങളായി ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്തത് കേവലം ഒരു ഇബ്ത്വാല് കൊണ്ട്, സിഹ്റ് ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ, മാറുന്നുണ്ടെങ്കിൽ അത് ഈ സിഹ്റ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ. അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നോക്കേണ്ടത്. പിന്നെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ഭീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനാണ് ശരിക്കും സിഹ്റോഫോബിയ എന്ന് പറയാം. സിഹ്റോഫോബിയ അതായത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ, ഇപ്പൊ ഞാൻ അതിലൊരു 10 ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. സിഹ്റ് ബാധിച്ചവന്റെ ലക്ഷണങ്ങൾ, സിഹ്റ് ബാധിച്ചാൽ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ, അതൊക്കെ കാണാത്തവർക്ക് പോയിട്ട് ആ വീഡിയോ കാണാം. നമ്മുടെ ചാനലിൽ അതിലുണ്ട്. 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോകളിലും കൃത്യമായി അതിനെക്കുറിച്ച് വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. സിഹ്റ് ബാധിച്ചാലുള്ള 10 ലക്ഷണങ്ങൾ, അത് ചെയ്തവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെ ബാത്തിലാക്കാൻ പറ്റും എന്നുള്ള 3 വീഡിയോകൾ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് മുഴുവനും കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കണം. അതിന്റെ ലിങ്ക് നമ്മൾ അയച്ചുതരും. ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് സാവധാനത്തിലെ റിപ്ലൈ കിട്ടുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്തരം സിഹ്റുമായി ബന്ധപ്പെട്ട് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് അപ്പൊ ഞാൻ സിഹ്റോഫോബിയനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോ അങ്ങനെ ഈ ലക്ഷണങ്ങൾ എന്നിലുണ്ടല്ലോ, അപ്പൊ എനിക്ക് സിഹ്റുണ്ടോ, എനിക്ക് സിഹ്റുണ്ട്, ഇങ്ങനെ ഈ തോന്നിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനാണ് ശരിക്കും സിഹ്റോഫോബിയ എന്ന് പറയാം. അപ്പൊ ഇത് പൊതുവിൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതായത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്, അതങ്ങനെ സംഭവിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും. അതല്ല, അതിനപ്പുറത്തേക്ക് ഇത് റിയലായിട്ട് ഇത് ശരിക്കും നമ്മിലുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതുണ്ടോ എന്നുള്ള തോന്നലല്ല, യഥാർത്ഥത്തിൽ ഇത് നമ്മിലുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. എത്ര ഡോക്ടറെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് ഞാൻ പറഞ്ഞത്, എത്ര ഡോക്ടറെ കാണിച്ചിട്ടും അതിനൊരു മാറ്റം കിട്ടുന്നില്ല, ഒരു മാറ്റവും കിട്ടുന്നില്ല. അത്തരം ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അത് ഇത്തരം സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയമായേക്കാം. നമ്മൾ തളർന്നു പോകുന്നു, ഭൗതികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഈ മെഡിസിൻസ് ഒന്നും നമ്മുടെ ശരീരത്തിന് ഫലിക്കുന്നില്ല. അത് ഫലിക്കാത്തത് വേറെ ഭൗതിക കാരണങ്ങൾ കൊണ്ടാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേണ്ടതുപോലെ ഫലം ചെയ്യുന്നില്ല, എന്നാലേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അത് സിഹ്റുമായി ബന്ധപ്പെട്ടതായേക്കാം. യഥാർത്ഥത്തിൽ സിഹ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ പല ആളുകളും നിഷേധിക്കുന്നുണ്ട്, അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഒരു അമുസ്ലിം കുടുംബത്തിൽ നിന്ന് അവർ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട്, സിഹ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വീഡിയോ ചെയ്തതിനു ശേഷം എന്നോട് കുറേ അവരുടെ ഒരു ബിസിനസ്സിൽ സംഭവിച്ചൊരു തകർച്ചയെക്കുറിച്ച് പറയുകയും നമ്മളതിനെക്കുറിച്ച് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അവർക്ക് വേറെ എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്ന് വരുന്ന ഇഷ്യൂസുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ലൊരു ആഭിചാരക്രിയ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏതു വിഷയങ്ങളും അതങ്ങ് തകർച്ചയിലായി പോകും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ബാത്തിലാക്കണം. സിഹ്റ് യാഥാർത്ഥ്യത്തിൽ ഉണ്ട്, അത് സംഭവിക്കും. ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ ആസം എന്ന് പറയുന്ന ജൂതനായ യഹൂദിയായ ആളായിരുന്നു സിഹ്റ് ചെയ്തത്. എന്നിട്ട് ഹബീബായ തങ്ങൾക്ക് സിഹ്റ് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്ത സൂക്തങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾക്ക് വരെ സിഹ്റ് സംഭവിച്ചിട്ടുണ്ട്. സിഹ്റുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. അനുഭവിക്കുന്നവർക്ക് അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സിഹിർ യാഥാർത്ഥ്യമാണ്, അത് ഫലിക്കും. ശാരീരികവും മാനസികവുമായ നമ്മുടെ വിഷയങ്ങൾക്ക്, അവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിപ്പിക്കാൻ, അതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ, അതിന് തകർച്ചകൾ സംഭവിപ്പിക്കാൻ ഈ സിഹിർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ സിഹിർ ബാധിച്ചയാള് മരണത്തിന് വരെ കാരണമാകുമെന്ന് കിതാബുകളിൽ കാണാം. ഞാനിത് കേൾക്കുന്ന ആളുകൾ കൂടുതലും ഇതിന്റെ ഓഡിയൻസ്, ശ്രോതാക്കള് ഈ സാധാരണക്കാരായതുകൊണ്ടാണ്, ഇതൊരു പണ്ഡിതർക്ക് എടുക്കുന്ന ക്ലാസ് അല്ലാത്തത് കൊണ്ടാണ് ഞാനതിന്റെ കൃത്യമായ പ്രൂഫും കാര്യങ്ങളൊക്കെ പറയാത്തത്. കിതാബുകളിൽ കാണാം, വഖദ് യമൂത്തുൽ മസ്ഹൂർ, സിഹിർ ബാധിതൻ മരണപ്പെട്ടേക്കാം. ആ സിഹിർ എത്രത്തോളം ശക്തമായിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അത്ര ശക്തമായി ചെയ്യുന്ന സിഹിറുകൾ കാരണമായിട്ട് മരണപ്പെട്ടേക്കാം. അങ്ങനെ മരണപ്പെടുന്നവരുണ്ട്. ചിലപ്പോൾ അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. അവന്റെ അവന്റെ ശരീരത്തിന്റെ ആ ഒരു പ്രത്യേക ആ തൊബഴന്നെ ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ നല്ല ഐക്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെടുത്താനും അവർക്കിടയിൽ വെറുപ്പുണ്ടാക്കാനും, അതേപോലെ തന്നെ വെറുക്കേണ്ട ആളുകൾക്കിടയിൽ, ഒരിക്കലും അടുക്കേണ്ടാത്ത ആളുകൾക്കിടയിൽ അടുപ്പുണ്ടാക്കാനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. കിതാബുകളിൽ കൃത്യമായി അത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹത്താ യഹൂല ബൈനൽ മർഇ വഖൽബി. ഞാൻ അത്തരം ഉദ്ധരണികളിലേക്ക്, അതിൻ്റെ പ്രൂഫുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സാധാരണക്കാരാണ് ഇത് കൂടുതൽ കേൾക്കുന്നത്. ശരീരത്തിലെ ശക്തമായ രോഗങ്ങൾ ആ സിഹിർ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാനും, നല്ല ചില ഭാഗങ്ങളിലേക്ക് വേദനകൾ നന്നായി പ്രവേശിപ്പിക്കാനും ഇത്തരം സിഹിറിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കിതാബുകളിലേക്ക് അത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത ഭാഗത്ത് കാണാം. അപ്പൊ ഇവരെന്തിനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല്, ഇവർ ചെയ്യുന്ന ഈ ഭൗതികമായ പല മാർഗങ്ങളും അവർ നോക്കും. നമ്മുടെ ശത്രു പരാജയപ്പെടാൻ വേണ്ടിയിട്ട്, ശത്രുവിന്റെ ഉയർച്ച കണ്ടിട്ട്, നമ്മുടെ സഹോദരന്റെ ഇത് സിഹിർ ചെയ്യുന്നവര് പലരും കുടുംബങ്ങളിലുള്ളവര് ചെയ്യുന്നവരുണ്ട്. കുടുംബങ്ങളിലുള്ളവര്, ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിലുള്ളവര്. ഞാനിപ്പോ കുടുംബങ്ങളിലുള്ളവരെ സംശയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ സംഭവിക്കുന്നത് പറയാണ്. ഓരോരുത്തരും മനുഷ്യന്റെ മനസ്സ് നീചമായാൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ്. കൊല്ലാൻ വരെ മടിക്കോ? എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ സിഹിറുമായി ബന്ധപ്പെടുന്ന ആളുകള് അവരതിലേക്ക് വരാനുണ്ടാകുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാല്, ഭൗതികമായ ഒരുപാട് മാർഗങ്ങളിലൂടെ അവരുടെ എതിരാളിയെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോ അവരെ മനസ്സിൽ വരുന്നു, ഇനി എനിക്ക് ഭൗതികമായിട്ട് ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കൂല എന്ന് മനസ്സിലാക്കുമ്പോ അത്തരം ദുഷ്ടചിന്തകളുള്ള, അത്തരം നീച വൃത്തികേട് ചിന്തകളുള്ള ചില മനുഷ്യർ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്. അവര് ചില ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോവാണ്. അവരേതെങ്കിലും സേവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമായിട്ട് ഇടപെടുന്നവരായിരിക്കും. അത്തരം സേവകൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ പലരും അത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന വിഷയം. മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് പറയാം. ഇത് വിഷയം ഡൈവേർട്ടായി പോകും. അപ്പോ ചില ദുർമന്ത്രവാദികളുടെ അടുക്കൽ പോയിട്ട് അവര് സിഹിർ ചെയ്യേണ്ട ആളുകളുടെ പേരുകളും അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ നാളുകൾ, അതേപോലെ തന്നെ അവരുടെ ശരീരവുമായി, അവരുടെ വിയർപ്പുമായി, അവരുടെ ബോഡിയുടെ അറ്റാച്ച്മെന്റ് ഉള്ള ആ വസ്തുക്കളുമായൊക്കെ അവര് എന്തെങ്കിലും ഒരു കണക്ഷൻ, ആ എതിരാളിയുടെ എന്തെങ്കിലും ഒരു പാർട്ട് അവർക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അത്തരം ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത്തരം സംശയാസ്പദമായിട്ട് വല്ല പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പേര് വിവരങ്ങള്, അവരുടെ കുടുംബങ്ങളിലുള്ളവരുടെ പേരുകള്, ഇത്തരം പേരുകള് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു പെരുമാറ്റം ആരുടെ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നഖം, അതേപോലെ തന്നെ മുടി, ഈ ശരീരത്തിന്റെ വിയർപ്പുമായി, ശരീരങ്ങളുമായി അറ്റാച്ച്മെന്റ് ഉള്ള വസ്തുക്കള്, വാച്ചിന്റെ ഈ സ്ട്രാപ്പുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങള്, ഇതൊക്കെ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അവര് ഈ നമ്മള് സാധാരണ ഈ
ചെയ്യാൻ ഉപയോഗിക്കുന്ന ചീപ്പിന്റെ പല്ലുകള്, അതേപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തിലൂടെ ആണെങ്കിൽ നമ്മുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ഭാഗത്തുള്ള മണ്ണുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അവര് നമ്മുടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങള്, ഇതൊക്കെയാണ് അവര് ഇത്തരം സിഹർ പ്രവർത്തനങ്ങൾ, മാരണ പ്രവർത്തനങ്ങൾ, ആഭിചാരക്രിയകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊക്കെ എടുത്ത് അവർ കൊണ്ടുപോയി അവരത് നല്ല ഈ ദുർമന്ത്രവാദികളും ഇത്തരം ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന പല ദുഷ്ടശക്തികളുണ്ട്. ചില ആളുകളൊക്കെ ചില ദുഷ്ടശക്തികളെയൊക്കെ സ്വാധീനപ്പെടുത്തി, അവരെ അധീനപ്പെടുത്തി, അവർക്കിഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അധീനപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അവരെ അടുക്കൽ പോയിട്ട് ഇവരെങ്ങനെ, പലരും ചോദിക്കുന്നുണ്ട് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ചോദിച്ചാല്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ദുർമന്ത്രവാദി, ആ ദുർമന്ത്രവാദി ചെയ്യുന്നത് അയാൾ ചില ദുഷ്ടശക്തികളെ അയാള് അധീനപ്പെടുത്തുകയാണ്. എങ്ങനെ അയാൾ അധീനപ്പെടുത്തുന്നു? അയാൾ ആ ദുഷ്ടശക്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ചില ആളുകൾക്ക്, ഞാൻ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല, ആ ഒരു ദുർദേവതയ്ക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താണ്, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ദുഷ്ടശക്തികൾ ആ വ്യക്തിയിലേക്ക്, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഇടപെടുത്തിക്കൊണ്ട് ആ ഒരു സഹായം ഉപയോഗിച്ചിട്ട് ഇവര് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സിഹർ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഈ നഖങ്ങളിലോ മുടികളിലോ ചീപ്പുകളിലോ ചീപ്പിന്റെ പല്ലുകളിലോ വസ്ത്രാവശിഷ്ടങ്ങളിലോ ഒക്കെ ചെയ്യുന്ന ഇത്തരം സിഹറിന്റെ ആ ഒരു സംഭവങ്ങൾ, സിഹർ ചെയ്ത, മാരണം ചെയ്ത, ആ പ്രവർത്തനം ചെയ്ത, ആ ക്രിയ ചെയ്ത ആ സംഭവങ്ങൾ എടുത്ത് അവരേതെങ്കിലും കിണറുകളിലോ, ഒഴിഞ്ഞു കിടക്കുന്ന കിണറുകളിലോ, വല്ല കുഴികളിലോ, വല്ല ശ്മശാനങ്ങളിലോ ഒക്കെ അവര്, ഇതിനൊക്കെ ഒരു പ്രത്യേക സംഗതികളുണ്ട്, അതിലൊക്കെ അവർ ചെയ്ത് അത് അവിടെയൊക്കെ നിക്ഷേപിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ അവർ സഞ്ചരിക്കുന്ന പാതകളിൽ അതിൽ വിതറി. അപ്പൊ അവർക്കൊരു അറ്റാച്ച്മെന്റ് ഏതെങ്കിലും രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന രൂപത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ വസ്ത്രാവശിഷ്ടങ്ങൾ, വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ആ പാർട്ടിലൊക്കെ അത് ചെയ്തു വെച്ച് അതങ്ങനെ വെച്ച് അതിലേക്ക് പ്രത്യേകം ആ ശക്തിയെ ആവാഹിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ആ സിഹർ ചെയ്യപ്പെട്ട ആ വ്യക്തിക്ക് പിന്നീട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങും. അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാല്, അത് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ദുർദേവതകൾ ഉണ്ടാകും. ഈ ദുർദേവതകൾ അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴാണോ അവർക്കൊരു അവസരം കിട്ടുന്നത്, ആ അവസരത്തിനനുസരിച്ച് അവരത് സ്റ്റാർട്ട് ചെയ്യും. അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടൊക്കെ, അങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. തുടക്കത്തിൽ അവർക്ക് തലക്കൊരു പ്രയാസം വരിക, തലക്കൊരു കനം വരിക, ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിനെ അങ്ങ് ബാധിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുവനും അങ്ങ് തളർത്തിക്കെടുത്താൻ കഴിയല്ലോ. കാരണം അവിടെയല്ല എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാം കിടക്കുന്നത് അവിടെയാണല്ലോ. അപ്പൊ നമ്മുടെ തലക്കൊരു കനം വരിക, അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ഒരു തളർച്ച, ഇതിന് സ്റ്റാർട്ടിങ് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഇങ്ങനെ അവര് ഒരു അവസരം കിട്ടുമ്പോ ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില ദുർദേവതകള് ഇത്തരം ആളുകളുടെ ശരീരത്തിലേക്ക് അവര് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവര് എത്തിപ്പെട്ടിട്ട് അവരവരുടെ പ്രവർത്തനങ്ങള് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തത്, ഏതൊരാൾക്ക് വേണ്ടിയാണോ ലക്ഷ്യം വെച്ചത്, അവരിലെത്തിയിട്ട് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ ചെയ്തത്, അതിനുള്ള പ്രവർത്തനങ്ങള് അവിടെ ആരംഭിച്ചു തുടങ്ങും. അങ്ങനെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഇവന് ഓരോ ദുർബോധനങ്ങളും ഓരോ വിഷയങ്ങളും ഇങ്ങനെ കിട്ടണ്. അവന്റെ ശരീരത്തിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവനക്കൊരു മാനസിക പിരിമുറുക്കം, ഒരു ഉന്മേഷമില്ലായ്മ, ചില പ്രത്യേക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അവന്റെ ശരീരം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ തുടങ്ങും. ഇതിപ്പോ സിഹർ ചെയ്യാൻ ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരീരം പൂർണ്ണമായും ഒരു പക്ഷെ തളർന്നേക്കാം. സിഹർ ചെയ്ത ആ ഒരു ആ ക്രിയയുടെയൊക്കെ ഫലമായിട്ട് ചിലപ്പോ ഒരു പക്ഷേ ഞാൻ നേരത്തെ ഉദ്ധരണിയിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാവുന്ന വിഷയത്തിലേക്ക് എത്തിയേക്കാം. അങ്ങനെയൊക്കെ ആയേക്കാം. ചിലപ്പോൾ ഭാഗികമായി ശരീരം തളർന്നേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളെ ബാധിച്ചേക്കാം. ഏതെങ്കിലും ഒരു അവയവങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എത്ര ഡോക്ടറെ കാണിച്ചിട്ടും അതിനൊരു മാറ്റം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൈകാലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രത്യേക കാലിൻ്റെ മുട്ട് ഭാഗങ്ങൾ, കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഭാഗം, ഡിസ്ക്, ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും പാർട്ടുകളിലേക്കൊക്കെ മാത്രമായിട്ട് ആ പ്രവർത്തനങ്ങൾ, അത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തത് ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ സിഹർ ചെയ്യുന്ന സമയത്ത് ഈ ഭക്ഷ്യവസ്തുക്കളിൽ, ഞാൻ കൈവശവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുഴുവനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ നേരിട്ട് കൊടുക്കുന്ന കൈവശമല്ലാതെ തന്നെ വേറെ രൂപത്തിൽ ചെയ്യുന്നതും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധേഡാവാനും അത്തരം വിപത്തുകളിൽ നമ്മൾ പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഈ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില ആളുകൾ ഭക്ഷ്യവസ്തു അതേപോലെ തന്നെ അതിലൊക്കെ മന്ത്രം ജപിച്ചു കൊടുത്ത് അതൊരു വയറിലേക്ക് അങ്ങനെ പെട്ട് കിടക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ. അപ്പൊ ഇത് അറിയാതെ നമ്മളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചില ആളുകൾ ഇത്തരം വിഷയങ്ങള് വേറെ രൂപങ്ങളിൽ വിഷവസ്തുക്കളിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇത്തരം പ്രവർത്തനങ്ങളേക്കാണ് സിഹറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മാറി നിൽക്കാൻ സാധിക്കും. അത്തരം ആളുകളെ തൊട്ട് മാറി നിൽക്കാനും അത്തരം വിഷയങ്ങൾ ഇടപെടുന്നവരെ തൊട്ട് മാറി നിൽക്കാൻ സാധിക്കും. ഇസ്ലാമികമായ കൃത്യമായ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സിഹർ ചെയ്യുന്നവന് ഒരിക്കലും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആരോട് വെറുപ്പുണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരാളോട് മനസ്സിൽ വെറുപ്പുണ്ടാവാൻ പാടില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി അതാണ്, മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു 10 ലക്ഷണങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിൽ സിഹർ ബാധിച്ചാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ. അതേപോലെ നമ്മുടെ ശരീരം ആ ലക്ഷണങ്ങൾ കാണാത്തവരൊക്കെ അത് കാണുന്ന ഒരു വിധം നമുക്കതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ശരീരം പൂർണ്ണമായും തളർന്നു പോകുക, അല്ലെങ്കിൽ ഇതിനെ ഭാഗികമായി തളർന്നു പോകുക. ഇതൊക്കെ എത്ര സിഹർ അതിന്റെ മൂർധന്യ ദശയിലെത്തുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചു, വർഷങ്ങളായിട്ട് എനിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, ഞാനത് ബാത്തിലാക്കുമ്പോഴേക്ക് പത്വാല് ചെയ്യുമ്പോഴേക്ക് എനിക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ബാത്തിലാക്കിയിട്ട് അതിനൊരു ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഫ്ലിന് വേണ്ടിയിട്ടുള്ള അമല് കൂടെ അവിടെയൊക്കെ ചെയ്തു വെക്കണം. എന്നാൽ പിന്നെ അതൊന്നും പിന്നീട് വരൂല ഇൻഷാ അല്ലാഹ്. ശരീരത്തില് അല്ലെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാലിന്, കൈയിന്, അല്ലെങ്കിൽ ചെവിക്ക്, കണ്ണിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പാർട്ടുകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, അത് നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡോക്ടറെ കാണിച്ചു, അതിന് ടെസ്റ്റുകൾ എടുത്തു, അതിലൊന്നും ഇത്തരം ഭൗതിക കാരണങ്ങളൊക്കെ നമ്മൾ നോക്കി, ആ കാരണങ്ങളൊന്നും അതിലൊന്നും ഒരു കാരണം കാണുന്നില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ അത്തരം വിഷയങ്ങൾ നോക്കണം. നമ്മൾ ഡോക്ടറെ കാണിച്ചു, ട്രീറ്റ്മെന്റ് എടുത്തു, എന്നിട്ടും അതിന് മാറ്റം കിട്ടുന്നില്ല, 1 വർഷമായി മെഡിസിൻ കഴിക്കുന്നു, എന്നിട്ടും മാറ്റം കിട്ടുന്നില്ല, എന്നാ പിന്നെ അതിനെ നിഷേധിക്കാൻ നിൽക്കരുത്. ഒരു പക്ഷെ അത് സിഹർ കാരണം കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാവുക. ഈ വിട്ടുമാറാത്ത വേദന ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇയാളെ തളർത്തിക്കളയാനും തകർത്ത് കളയാനൊക്കെ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പൊ ഇയാളൊന്നുകിലോ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇയാൾ ഒരിക്കലും ഇങ്ങനെ നടന്ന് കാണരുത്. അപ്പൊ അയാളുടെ കാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശക്തമായ വേദന ഉണ്ടാവുക, എന്നാ പിന്നെ ഇയാൾ ആ സ്ഥാപനത്തിലേക്ക് പോകില്ലല്ലോ, അയാളെ തളർത്തിക്കളയാലോ. അല്ലെങ്കിൽ അവന്റെ തലയുമായി ബന്ധപ്പെട്ട് അവനക്ക് വർക്ക് ചെയ്യാൻ, അവന് സ്ഥിരമായി ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക, അതൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് തലക്കൊക്കെ ഒരു അകാരണമായിട്ടൊരു ഭാരം എപ്പോഴും ഫീൽ ചെയ്യാം. വെറുതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ വളരെ സ്മൂത്തായിട്ട് പോയിരുന്ന ചില കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിന് കൃത്യമായി ഭൗതിക കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സിഹറുമായി ബന്ധപ്പെട്ടതാണോ എന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ ഈ ചില ആളുകൾ തളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നതാണ് ശാരീരികമായി അവൻ്റെ ശരീരത്തിനൊരു ഒരു ഒരു തളർച്ച സംഭവിച്ചിട്ട് അവനിങ്ങനെ മെലിഞ്ഞു പോവുക. നല്ല തടിയും തൻ്റെ ഇടവും നല്ല വലുപ്പവും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന ശരീരമായിരുന്നു, പെട്ടെന്ന് അതിങ്ങനെ ശോഷിച്ച് ഇങ്ങനെ പോവുക. അപ്പോൾ അത് ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു പ്രവർത്തനം അവിടെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
വേറെ കാരണങ്ങളൊന്നും അതിനില്ല. ഇവന് വേറെ ഈ മെലിയാൻ കാരണമായ രോഗങ്ങളോ അത്തരം വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ അത് കൃത്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകാം. അല്ലെങ്കിൽ പിന്നെ സൽക്കർമ്മങ്ങൾ, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ആവേശക്കുറവ്. ഇതുവരെ കൃത്യമായി നിസ്കരിച്ചിരുന്നു, പെട്ടെന്ന് കൃത്യമായി നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഓതുന്നൊരു പതിവുണ്ടായിരുന്നു, ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ദിക്ർ ചെല്ലുന്ന ആളായിരുന്നു, അങ്ങനെ പതിവുള്ള ആളായിരുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഇബാദത്തൊക്കെ സാധാരണ ചെയ്തിരുന്ന ആളുകൂടെയാണ്. എന്നാൽ അവൻ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ അത് ഈ ദുർമന്ത്രവാദം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഈ സിഹർ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ശക്തി, ആ ശക്തി അവരുടെ പ്രവർത്തനം സുഗമമായി നടക്കണമെങ്കിൽ ഇവനിൽ ഇബാദത്തുകൾ ഉണ്ടാകാൻ പാടില്ല, ഇവനിൽ ദിക്റുകൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ തന്നെ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ശരിയായ രൂപത്തിൽ നിസ്കരിച്ച് 5 വഖ്ത് നിസ്കരിച്ച് ഇബാദത്തുകൾ ചെയ്ത് ദിക്ർ ചൊല്ലുന്ന ആളുകളെ അത്രമേൽ അങ്ങനെ സിഹർ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അങ്ങനെ അങ്ങ് കൂടുതൽ ഫലം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിലൊക്കെ ഒരു കുറവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അത് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. പിന്നെ ഈ സിഹർ സംഭവിച്ചാൽ അതെങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് എന്നുള്ളത്, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സിഹറുമായി ബന്ധപ്പെട്ട 4ാമത്തെ വീഡിയോ ആണ്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ വെച്ച് സിഹർ ബാത്തിലാക്കാനുള്ള വഴി പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സിഹർ ബാത്തിലാക്കേണ്ട ചില ഇബ്ത്വാലു സിഹറിന്റെ ആയാത്തുകളുണ്ട്. ആ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണ് ഓതേണ്ടത്, അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരേപോലെ ഇപ്പം സിഹർ ബാത്തിലാക്കാനുള്ള ഒരു അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യുക, അത് കൃത്യമായി മുറിയാതെ തന്നെ ചെയ്യുക. ഒരുവിധം സിഹറൊക്കെ അതുകൊണ്ട് ബാത്തിലാകും. പിന്നെ ഗൗരവമുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ അതിൻ്റെ കണ്ടീഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഗൗരവത്തിനനുസരിച്ച് ചെയ്യേണ്ട ചില അമലുകളാണ്. ഇത് കോമണായി ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ മുസമ്മിൽ, അത് നിങ്ങൾ സിഹർ ബാധിതരായ ആളുകളുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ സുബ്ഹിന് ശേഷം സൂറത്തുൽ മുസമ്മിൽ ഓതുന്നത്, അത് നിരന്തരം ഓതുന്നത് സിഹർ ബാത്തിലാകാനും ഉള്ള സിഹർ ബാത്തിലായി പോകാനും ഇനി സിഹർ സംഭവിക്കാതിരിക്കാനൊക്കെ കാരണമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാ സിഹറിനെ തൊട്ടും ഐനിനെ തൊട്ടും ശൈത്വാന്റെ സകല പ്രശ്നങ്ങളൊക്കെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ കാവൽ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നേരിട്ട് വരാനുള്ളവർക്കുള്ള ഡേറ്റ് 23-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അന്നത്തെ ദിവസം വരേണ്ടവർ നേരത്തെ ബുക്ക് ചെയ്തവരാണ്. തിരക്കുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ക്ഷമയും അതേപോലെ തന്നെ അത്രയും ആരോഗ്യമുള്ളവരൊക്കെ ആണ് വരേണ്ടത്. ആരോഗ്യത്തിന് കുറവുള്ള പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ചോദിച്ചിട്ട് തന്നെ വരണം. കാരണം അവർക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പം അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ അവർക്ക് തിരക്കില്ലാത്ത ഏതെങ്കിലും ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് നൽകാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ഇനി എപ്പോഴാണ് ബുക്കിംഗ് ഉള്ള ദിവസം എന്നുള്ളത് ഇതേപോലെ പിന്നീട് അറിയിക്കും. ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് അറിയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൂറെ മദീന എന്ന് പറഞ്ഞിട്ടൊരു ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൽ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ കരുതി പ്രത്യേകം ദുആ ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് അനുഭവ ഫലമുണ്ട്. ഇതൊന്നും എൻ്റെ പവർ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നുകൊണ്ടോ അല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലോ, അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ. അള്ളാഹുവിനെ നേരിട്ട് അള്ളാഹുവിനോട് അള്ളാഹിൻ്റെ 99 നാമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുന്ന മജ്ലിസാണ് എല്ലാ ദിവസവും 6:15. ചില ആളുകൾ 101 ദിവസം അത് നേർച്ചയാക്കിയിട്ട് അതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അവർ പങ്കെടുക്കും, അവരുടെ ഉദ്ദേശങ്ങൾ അവർ പൂർത്തീകരിക്കും. ചില ആളുകൾ 7 ദിവസം പങ്കെടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട്, വർഷങ്ങളായി പങ്കെടുക്കുന്നവരുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പലർക്കുമുണ്ട്. നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ല അറിവുകൾ പറഞ്ഞു നൽകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതൊക്കെ കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഈ പറയുന്ന നമ്പറിലേക്ക് എപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ആരും എഴുതരുത്, ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത്. കാരണം എപ്പോഴും വിളിച്ചാൽ കിട്ടൂല. എനിക്ക് ഫ്രീ ഉള്ള സമയത്താണ് ഞാൻ എടുക്കുക. പിന്നെ എൻ്റെ കൂടെ ആരെങ്കിലും സഹായത്തിനുണ്ടാകുമ്പോൾ അവർ അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് അതിൻ്റെതായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. എപ്പോഴും ഫോൺ എടുക്കാൻ സാധിക്കില്ല. ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് തിരക്കുകളുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ID വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിൻ്റെ ID നമ്മളിവിടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. നമ്മൾ കൂട്ടമായി ദുആ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റബ്ബ് അതിന് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടല്ലോ. അള്ളാഹു എല്ലാം നമുക്ക് സലാമത്താക്കി തരട്ടെ. ഖൈർ അള്ളാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.